ഫ്രണ്ട്സ്, ബിസിനസ്സുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും പറ്റി പല വീഡിയോകളിലായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ബിസിനസ് ആരംഭിക്കാനും പ്രവർത്തിക്കാനുമായുള്ള പണം സ്വരൂപിക്കുന്നതിനായുള്ള പ്രധാന സോഴ്സുകളെ പറ്റി സംസാരിക്കാം. രണ്ട് പ്രധാന വഴികളിലൂടെയാണ് ബിസിനസ്സുകൾ ഫണ്ട് റേസ് ചെയ്യുന്നത്: സെല്ലിംഗ് ഷെയർസ് ആൻഡ് ഇഷ്യൂയിങ് ഡെബെഞ്ചേഴ്സ്. ഷെയർസ് കമ്പനിയിലെ ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. ഷെയർ വാങ്ങുന്നവരെല്ലാം ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ സഹ ഉടമകളുമാകും. ലാഭവിഹിതമായി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് കിട്ടും. അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കില്ല, കമ്പനിയുടെ ലാഭത്തിനെ ആശ്രയിച്ചിരിക്കും. മാത്രമല്ല, ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സും മേജർ കമ്പനി ഡിസിഷൻസിൽ പാർട്ടാകാനുള്ള അവസരവുമുണ്ട്. ടൈപ്സ് ഓഫ് ഷെയർസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1. എക്വിറ്റി ഷെയർസ്. വേരിയബിൾ ഡിവിഡൻസ് ഉള്ള സാധാരണ ഷെയർസ് ആണ് അവ. 2. preference shares. These are shares with fixed dividends. ഇവർക്ക് സാധാരണ ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രയോറിറ്റി ലഭിക്കും. രണ്ടാമത്തേതാണ് ഡിബെഞ്ചേഴ്സ്. കമ്പനികൾ പബ്ലിക്കിൽ നിന്ന് സ്വീകരിക്കുന്ന ലോൺസ് ആണ് ഡിബെഞ്ചേഴ്സ് ഓർ കടപ്പത്രങ്ങൾ. ഇത് വാങ്ങുന്ന ആളുകൾ ഉടമകളല്ല, കടക്കാരനാണ് ആവുക. ഡിബെഞ്ചർ ഓണേഴ്സിന് മുൻകൂട്ടി നിശ്ചയിച്ച നിരക്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കും. കമ്പനി നഷ്ടത്തിലായാലും ആ ഇൻട്രസ്റ്റ് ഓണേഴ്സ് നൽകേണ്ടതുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാകില്ല. ഡിബെഞ്ചേഴ്സ് പ്രധാനമായും 6 ടൈപ്സ് ഉണ്ട്: സെക്യൂർഡ്, അൺസെക്യൂർഡ്, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, റിഡീമബിൾ, ഇറഡീമബിൾ. അപ്പോൾ മൊത്തത്തിലൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഷെയർ നിങ്ങളെ കമ്പനിയുടെ ഓണർ ആക്കുന്നു. അവിടെ നിങ്ങളുടെ വരുമാനം കമ്പനിയുടെ ലാഭത്തിനനുസരിച്ചായിരിക്കും. ഡിബെഞ്ചർ നിങ്ങളെ ഒരു കടക്കാരനാക്കും. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പക്ഷേ ഒരു ഫിക്സഡ് റിട്ടേൺ ലഭിക്കും. രണ്ടും കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള പണം നൽകുന്നുണ്ട്. ബട്ട് ദ റൈറ്റ്സ്, റിട്ടേൺസ് ആൻഡ് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് ആർ ഫണ്ടമെന്റലി ഡിഫറെന്റ്. That's it for today. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Until then, goodbye and take care.